നമസ്കാരം. തെക്കേ അമേരിക്കൻ ഭൂഖണ്ഡത്തിലെ ഒരു രാജ്യമാണ് അർജന്റീന. 23 പ്രവിശ്യകളും സ്വയംഭരണ നഗരമായ ബ്യൂണോ ഐറസും ചേർന്നതാണ് ഈ രാജ്യം. തെക്കേ അമേരിക്കൻ ഭൂഖണ്ഡത്തിലെ രണ്ടാമത്തെ വലിയ രാജ്യവും ലോകരാജ്യങ്ങളിൽ വലിപ്പത്തിൽ 8ാം സ്ഥാനവുമാണ് ഈ രാജ്യത്തിന്. സ്പാനിഷ് ഭാഷ സംസാരിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യം ഇതാണ്. പടിഞ്ഞാറ് ആൻഡസ് പർവ്വതനിരയ്ക്കും കിഴക്കും തെക്കും ദക്ഷിണ അറ്റ്ലാന്റിക് സമുദ്രത്തിനും ഇടയിലാണ് ഈ രാജ്യം സ്ഥിതി ചെയ്യുന്നത്. വടക്ക് പരഗ്വേ, ബൊളീവിയ എന്നിവയുമായും വടക്ക് കിഴക്ക് ബ്രസീൽ, ഉറുഗ്വേ എന്നിവയുമായും പടിഞ്ഞാറും തെക്കും ചിലിയുമായിട്ടാണ് അർജന്റീന അതിർത്തി പങ്കിടുന്നത്. അർജന്റീനയെ ലോകത്തിന് മുന്നിൽ പ്രശസ്തമാക്കുന്നത് അവരുടെ ഫുട്ബോൾ പാരമ്പര്യമാണ്. മറഡോണയും മാരിയോ കെമ്പസും ഗബ്രിയേൽ ബാറ്റിസ്റ്റൂട്ടയും ജാവിയർ സെനറ്റിയും റിക്വൽമയും ഇപ്പോൾ മെസ്സിയും കടന്ന് പൂവണിയുകയാണ് ആ പാരമ്പര്യം. എന്നാൽ അർജന്റീന ലോകത്തിന് മുന്നിൽ അറിയപ്പെടേണ്ടിയിരുന്നത് ഫുട്ബോളിൻ്റെ പേരിൽ മാത്രം ആയിരുന്നില്ല, മറിച്ച് മഹത്തായ മറ്റൊരു കണ്ടുപിടുത്തത്തിൻ്റെ പേരിലായിരുന്നു. അതായിരുന്നു മഴ പെയ്യിക്കും യന്ത്രം. അർജന്റീനയിലെ എൻട്രോ റിയോസ് പ്രവിശ്യയിൽ ജനിച്ച ഒരു എഞ്ചിനീയറായിരുന്നു യുവോൻ ബൈഗോറി വെലാർ. അർജന്റീനയിലെ അണ്ടർ ഗ്രാജുവേറ്റ് പഠനത്തിനു ശേഷം ഇറ്റലിയിലെ മിലാൻ സർവകലാശാലയിൽ നിന്ന് വെലാർ ജിയോഫിസിക്കൽ എഞ്ചിനീയറിംഗ് പൂർത്തിയാക്കിയ ശേഷം പല രാജ്യങ്ങളിൽ ജോലി ചെയ്തു. ഭൂമിക്കടിയിലുള്ള ധാതു സമ്പത്ത് കണ്ടെത്താനായി ആയിടെ വെലാർ ഒരു യന്ത്രം കണ്ടെത്തി. ഇലക്ട്രോമാഗ്നറ്റിക് തരംഗങ്ങൾ ഉപയോഗിച്ച് തിരയുന്ന ഒരു സംവിധാനമായിരുന്നു ഇത്. ബൊളീവിയയിൽ 1926 ഈ യന്ത്രം പ്രവർത്തിപ്പിച്ചപ്പോൾ അവിടെ മഴ പെയ്തു അത്രേ. ആദ്യം വെലാർ ഇത് കാര്യമായി എടുത്തില്ല. എന്നാൽ പിന്നീടും ഇത് തന്നെ സംഭവിച്ചതോടെ എന്തോ പന്തികേട് വെലാർ മണത്തു. തൻ്റെ യന്ത്രത്തിലെ ഇലക്ട്രോമാഗ്നറ്റിക് തരംഗങ്ങളാണ് മഴയ്ക്ക് കാരണമായത് എന്ന് അദ്ദേഹം വിശ്വസിച്ചു. 1929 വെലാർ അർജന്റീനയിൽ തിരിച്ചെത്തി. അവിടെ അരാഹുവോയിൽ താമസമുറപ്പിച്ച് ഒരു പരീക്ഷണശാലയും അദ്ദേഹം അവിടെ സ്ഥാപിച്ചു. തൻ്റെ പഴയ യന്ത്രത്തിൽ കുറെ പരിഷ്കാരങ്ങൾ വരുത്തി വെലാർ ഒരു ടിവിയുടെ വലുപ്പത്തിൽ ഒരു പുതിയ യന്ത്രം ഉണ്ടാക്കി. അതായിരുന്നു മഴ പെയ്യിക്കും യന്ത്രം. ഒരു ബാറ്ററിയും കുറെ ആണവ വികിരണ ശേഷിയുള്ള രാസവസ്തുക്കളും 2 ആന്റിനകളും അടങ്ങിയതായിരുന്നു ഈ യന്ത്രം. ഇന്നും ഇതിൻ്റെ കൃത്യമായ ഘടനയും ഉപയോഗിച്ച വസ്തുക്കളും ആർക്കും അറിയില്ല. പരീക്ഷണത്തിൻ്റെ ഭാഗമായി ആ വർഷം ജൂലൈയിൽ വെലാർ കുറെ മഴ പെയ്യിച്ചുവെന്ന് അദ്ദേഹം തന്നെ അവകാശപ്പെട്ടു. പിന്നീട് സ്പോൺസർഷിപ്പിനായി അർജന്റീനയിലെ റെയിൽവേ അധികൃതരെ അദ്ദേഹം സമീപിച്ചു. സാന്റിയാഗോ ഡെൽ എസ്ട്രോ എന്ന മഴ പെയ്ത്ത് തീരെ കുറവുള്ള പ്രദേശത്ത് മഴ പെയ്ക്കുവാൻ അവർ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു അത്രേ. 55 മണിക്കൂർ തൻ്റെ യന്ത്രം പ്രവർത്തിപ്പിച്ച് വെലാർ അത് സാധിച്ചെന്നാണ് കഥ. പിന്നീട് പൊതുജനങ്ങളുടെ മുന്നിലും വെലാർ മഴ പെയ്യിച്ചു. ഇതോടെ അദ്ദേഹം പ്രശസ്തനായി. വിരുന്നുകളും മാധ്യമ ഇൻ്റർവ്യൂകളും അദ്ദേഹത്തെ തേടി വന്നു. അർജന്റീന സർക്കാരും അമേരിക്കയിലെ ചില കമ്പനികളും ചോദിച്ചിട്ടും തൻ്റെ യന്ത്രം പ്രവർത്തിക്കുന്നത് എങ്ങനെയെന്ന് അദ്ദേഹം വെളിപ്പെടുത്തിയില്ല. ഒടുവിൽ അദ്ദേഹം ഒറ്റപ്പെട്ട ജീവിതം തുടങ്ങി. എല്ലാം മറക്കുന്ന മനുഷ്യർ മഴ പെയ്യിക്കും യന്ത്രത്തെപ്പറ്റിയും വെലാറിനെ പറ്റിയും മറന്നു. 1972 വെലാർ അന്തരിച്ചു. ആ യന്ത്രം ഏതോ ആക്രിക്കടയിലേക്ക് പോയി എന്നാണ് കഥ. ഈ ദുരൂഹ യന്ത്രം സത്യമാണോ മിഥ്യയാണോ? മഴ പെയ്തത് വെലാറിൻ്റെ ഭാഗ്യം കൊണ്ടാണോ? ആ യന്ത്രത്തിന് പിന്നീട് എന്തു പറ്റി? ഉത്തരമില്ലാത്ത നിരവധി ചോദ്യങ്ങൾ മാത്രം ബാക്കി. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. തുമ്പമൺ ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രം, അമ്പലക്കടവ്, പത്തനംതിട്ട. ശ്രീമദ് സ്കന്ദപുരാണ മഹാസത്രം. നമസ്കാരം, ഞാൻ അഡ്വക്കേറ്റ് ശങ്കുട്ടി ദാസ്. ഈ വരുന്ന മെയ് 11 മുതൽ തുമ്പമൺ ശ്രീ വടക്കുംനാഥ ക്ഷേത്രത്തിൽ ശ്രീ സ്കന്ദപുരാണ മഹാസത്രം നടക്കുന്നതായിട്ടുള്ള വിവരം വളരെ സന്തോഷപൂർവ്വമാണ് അറിഞ്ഞത്. എൻ്റെ അറിവിൽ കേരളത്തിൽ ആദ്യമായിട്ടാണ് സുബ്രഹ്മണ്യ സ്വാമിക്ക് വേണ്ടി ഒരു പുരാണ സത്രം അരങ്ങേറുന്നത്. ആ സത്രത്തിന് എൻ്റെ എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു.